വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഒരു ബാറ്ററി കട നടത്തുന്ന കടയിലേക്കാണെങ്കിൽ രോഹിത് ആണെങ്കിൽ ഇങ്ങനെ പലിശക്കാശ് പിരിക്കാനായിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട്. വണ്ടിയെ ഫ്രണ്ടിൽ തന്നെ നിർത്തുകയാണ്. അന്നേരം ഈ കടക്കാരൻ രോഹിത്തിനെ കാണുന്നുണ്ട്. അയ്യോ, പലിശ പിരിക്കാനുള്ള വരവാണെന്ന് തോന്നുന്നു പറഞ്ഞ് അയാൾ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. രോഹിത് ആദ്യം അയാൾ മാറി നിൽക്കുന്ന കാണുന്നില്ല. ആ കടയിൽ ചെന്നിട്ട് ഫ്രണ്ടിൽ ചെന്നിട്ട് വർഗീസ് ചേട്ട ഇങ്ങോട്ട് വന്നേ, സത്യം പറഞ്ഞു വിട്ടതാണ്, പൈസയ്ക്കാണെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറയുകയാണോ കുറച്ച് നേരം നിന്നിട്ട് അങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് കയറി വരുമെന്നൊക്കെ രോഹിത് റോഡിൽ നിന്ന് ബഹളം വയ്ക്കുകയാണ്. അന്നേരം ഇയാൾക്ക് പെട്ടെന്നൊരു തുമ്മൽ വരുന്നുണ്ട്. അന്നേരം ആ ശബ്ദം കേട്ട് രോഹിത് നോക്കുകയാണ്. അന്നേരം ഇതിനകത്ത് നിന്നിട്ടാണോ ഇത്രയും നേരം എന്നെ കൊണ്ട് വായിട്ടലപ്പിച്ച് ഇങ്ങോട്ട് പൈസ എടുത്താട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ രോഹിത്തിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല ഈ വർഗീസ് എന്ന് പറയുന്ന ആൾ. അന്നേരം പൈസ എൻ്റെ കയ്യിൽ അടുത്ത മാസത്തെയും കൂടെ ചേർത്ത് പിന്നെ ഒരുമിച്ച് തരാമെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പറഞ്ഞില്ല, കാശ് തന്നാലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ആ ശിവനാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആര് വന്നാലും ഇല്ലാത്ത കാശ് എങ്ങനെ വരാമെന്നും പറഞ്ഞ് രോഹിത്തിനെ പറഞ്ഞു വിടാനുള്ള ശ്രമം തന്നെയാണ്. രോഹിത് ഒരുപാട് തവണ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വർഗീസ് കൂട്ടാക്കുന്നില്ല. പക്ഷേ ഇതേ സമയത്താണെങ്കിൽ ശിവനും കമലിനും കൂടി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഈ റോഡിൻ്റെ മറു സൈഡിൽ വരുന്നുണ്ട്. അതിന് ബുള്ളറ്റ് നിർത്തിയിട്ട് കടയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശിവനൊരു ഫോൺ വരികയാണ്. അന്നേരം ശിവൻ ആ റോഡിൽ തന്നെ ഒന്ന് സംസാരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം അത് രോഹിത്തിൻ്റെ പുറകു വശത്താണ്. പക്ഷേ റോഡിൻ്റെ അപ്പുറത്താണ്. രോഹിത്ത് കാണുന്നില്ല, തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം ഈ വർഗീസ് കാണുന്നുണ്ട്. അയ്യോ, ശിവനും ഉണ്ടായിരുന്നോ, കൂടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് ഈ ശിവനെ കണ്ടിട്ട് വർഗീസ് അകപ്പാടെ അങ്ങോട്ട് പേടിക്കുന്നുണ്ട്. അന്നേരം രോഹിത്ത് വീണ്ടും വരട്ടുകയാണ്. മര്യാദയ്ക്ക് കാശ് തന്നോ ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ ആൾ പെശ കാണുന്നൊക്കെ മീശയൊക്കെ പിരിച്ച് കാണിക്കുന്നുണ്ട്. അന്നേരം ശിവനെ കണ്ടിട്ട് ഈ പേടിച്ച ഭാവം കണ്ടിട്ട് രോഹിത്ത് വിചാരിക്കുകയാണ്, ഓ ആൾ നല്ല പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഒന്നുകൂടി പേടിപ്പിച്ചേക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്നൊരു ചുറ്റിയൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് അടിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് തന്നോ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പോകില്ല, കാശെടുക്കടോ എന്നിങ്ങനെ ഒന്നുകൂടി രോഹിത്ത് വരട്ടുകയാണ്. അന്നേരം ഈ ശിവനെ കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ഇയാൾ പറയുന്നു, ശിവനും കൂടെ ഉണ്ടായിരുന്നവൻ ഇങ്ങോട്ടത്തേക്ക് വരാത്ത ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ആ ഒരബദ്ധം പറ്റിപ്പോയാണ്, ഇപ്പം തരാം എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കാശ് ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ എണ്ണിക്കൊള്ളാം എന്ന് പറഞ്ഞ് രോഹിത് അതങ്ങോട്ട് പിടിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് എണ്ണിയിട്ട് ബാക്കി ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത മാസത്തേക്ക് കൂടി എടുത്തിട്ടുണ്ട്, ഇനി അടുത്ത മാസം ഇങ്ങോട്ട് വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രോഹിത് വലിയ ഗമയിലങ്ങ് പോവുകയാണ്. രോഹിത് വിചാരിക്കുന്നത് രോഹിത് വരട്ടിയത് കൊണ്ടാണ് തന്നതെന്നുള്ളതാണ്. പക്ഷേ വർഗീസ് കൊടുത്തത് അപ്പുറത്ത് നിൽക്കുന്ന ശിവനെ കണ്ടിട്ടാണ് ഈ പൈസ കൊടുക്കുന്നതൊക്കെ. അന്ന് തുടർന്ന് രോഹിത് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം വർഗീസ് കഴിക്കണ കാലത്തെ കയ്യിലുണ്ടെന്ന പൈസയും പോയി എന്നാലും ശിവൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നും പറഞ്ഞ ആശ്വാസത്തിൽ അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശിവനും കമലിനും കൂടി കടയിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ശിവനാണെങ്കിൽ പറയണം, ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ എല്ലാം എടുത്തോ എന്ന് പറയുകയാണ്. അന്നേരം എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ചേട്ടൻ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, ഒന്നേന്നാ എല്ലാം വേണമെന്ന് പറയുകയാണ്. അന്നേരം ഇയാൾ ചോദിക്കുന്നുണ്ട്, പെമ്പറന്നോന്തി എന്താ പ്രസവത്തിന് പോയിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ പറയാൻ ചേട്ടൻ സാധനം എടുക്കുമെന്ന് പറയുമ്പോൾ അയാൾ എടുക്കുന്നുണ്ടല്ല. അന്നേരം കമലിനോട് ശിവൻ പറയുകയാണ്, ഒരു വീട്ടിലേക്ക് സാധനം വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെ അറിയണമല്ലേ. തുടർന്ന് ഒരു സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുക്കളയിൽ ശാലിനിയാണെങ്കിൽ ഒരു കസേരയിൽ അങ്ങോട്ട് ഡൈനിങ് ടേബിളിൻ്റെ ഇരിക്കുകയാണ്. ശിവനാണെങ്കിൽ അരിയൊക്കെ കഴുകി ഇടുന്നുണ്ട്, തലയിലൊക്കെ തോർത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നാലും നിങ്ങൾ പിന്നെ പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടോ, പിന്നെ ഇതെല്ലാം വെച്ചുണ്ടാക്കുന്നതാണെങ്കിൽ ഒരുവിധം അരി കഴുകി ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതെങ്ങനെ ഈ തിളച്ച വെള്ളത്തിലേക്ക് നിങ്ങൾ അരി ഇടുന്നത്, അതിനൊക്കെ ഒരു ഇതില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കൈ പൊള്ളിയോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നു. അങ്ങനെ ചെറുതായിട്ട്, ഇത് ശീലമല്ലല്ലോ, ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. ശിവനാകെ ഉത്സാഹത്തിലാണ്. ശാലിനി ഇരുന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ പറയുകയാണ്, അടുക്കള വശത്തൂടെ പോകുമ്പോൾ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ പരിചയമില്ലല്ലോ. അന്നേരം നമ്മൾ അടുക്കളയിലെ കഷ്ടപ്പാട് ഇങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണ്ടേ, ഒരു അക്ഷരം പോലും ഒന്നും പറയാതെ നിങ്ങളെല്ലാം വിളമ്പിരിക്കുന്നതെല്ലാം കഴിച്ചിട്ട് പോകുന്നൊരു ഭംഗിയാക്ക് പോലും പറയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം എല്ലാത്തിലും ഒരു താളം ഉണ്ടെന്ന് ഇങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം അരി കഴിയുന്നതിനും താളവും രാഗമൊക്കെ ഉണ്ടോ, അന്നേരം അതിലും ഒരു താളമുണ്ട്. അരിയും കൂടെ തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നതിന് മുമ്പേ കൈവലിക്കുന്നത് ഒരു രീതിയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ നാളെ ആവട്ടെ ഞാൻ രാഗത്തിനും താളത്തിനും ഒക്കെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശാലിനിയുടെ ഫോൺ അടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇതിനെ ആരാണാവോ എന്ന് പറഞ്ഞ് ശാലിനി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ വീഴാൻ പോകുമ്പോൾ ശിവനോട് പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിന് മുന്നേ ആണെങ്കിൽ ഈ അരി എന്തോന്ന് നോക്കണമെന്ന് പറഞ്ഞ് തവിക്ക് കോരിക്കൊണ്ടുവന്ന് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ശാലിനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അന്നേരം എടുത്ത് തന്നെ ശാലിനിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വേണമെന്ന് പറയുകയാണ്. അന്നേരം അടപ്പം അങ്ങനെ കൈ കൊണ്ടങ്ങ് എടുക്കുമ്പോൾ വീണ്ടും കൈ പൊള്ളിയെന്ന് ഇങ്ങനെ ശിവൻ പറയുന്നു. അന്നേരം അതൊരു തുണി വെച്ച് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ശിവനോട് ഇരുന്നിട്ട് അതുപോലെ എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫോൺ എടുത്തുകൊണ്ട് കൊടുക്കുന്നതൊക്കെ. അന്നേരം ഇങ്ങനെ കൊടുക്കുമ്പോൾ ശാലിനിക്ക് അത് ആ കൈ കൊണ്ട് വാങ്ങാൻ പറ്റുന്നില്ല. അന്നേരം ഓണാക്കിയിട്ട് വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഓണാക്കിയിട്ട് ചെവിയിൽ ഇങ്ങനെ ശിവൻ പിടിച്ചു കൊടുക്കുകയാണ്. ശിവനടുത്തേക്ക് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അന്നേരം അരുണ പറയുന്നുണ്ട്, ഞാൻ ശാലിനി ഇപ്പോൾ ഫ്രീ ആണ്, നീ വന്നാൽ മോളെയും നീ ചേച്ചിയുടെ ABS കോർപ്പസ് കേസിൻ്റെ കാര്യം സംസാരിക്കാം, മോളെയും കണ്ടിട്ട് പോകാമെന്ന് പറയുകയാണ്. അന്നേരം എനിക്കിപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥയാണ്, ഒരു ആക്സിഡൻറ്റ് പറ്റി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുമ്പോൾ അയ്യോ എന്നിട്ട് മരുന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം മരുന്നൊക്കെ ഉണ്ട്, ശരീരം മൊത്തത്തിൽ വേദന എന്ന് പറയുകയാണ്. അന്നേരം എങ്കിലും ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അന്നേരം വരികയാണെങ്കിലും മോളെ കൂടെ കൂട്ടിക്കോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ശിവനോട് കട്ട് ചെയ്തോ എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്.
എന്നിട്ടാണെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം, എന്നിട്ട് വെണ്ടയ്ക്ക എങ്ങനെയാണ് മുറിക്കേണ്ടതെന്നും പറഞ്ഞ് ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അന്നേരം ഒന്നുകൂടി മുറിക്കണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തരണ്ടേന്നും പറഞ്ഞിട്ട് അത് കറക്റ്റ് സൈസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ശിവൻ തൻ്റെ ജോലിയൊക്കെ ചെയ്യുകയാണ്. ശാലിനി ഇങ്ങനെ ശിവനെ ശ്രദ്ധിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം അവിടെ മൂർത്തി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് റൂമിലേക്ക്. കുഞ്ഞാണെങ്കിൽ ഈ കട്ടിൽ കിടന്നുറങ്ങുകയാണ്. അന്നേരം ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു എന്നിങ്ങനെ അരുണ പറയുന്നുണ്ട്. ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനത്തെ അവസ്ഥയാണെന്നൊക്കെ പറയുകയാണ്. അന്നേരം മോളെയും കൂടി കൊണ്ടുപോകാം, അവൾ കണ്ടിട്ടില്ലല്ലോ. അന്നേരം മൂർത്തി പറയുന്നുണ്ട് എങ്കിലേ ശാരദയും കൂടെ കൂട്ടിക്കോ, മോള് കരയാതെ ഇരിക്കും. എങ്കിൽ ശരി, ഞാൻ ശാരദയോട് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് അരുണയാണെങ്കിൽ ശാരികയെ തിരക്കി പോവുകയാണ്. അന്നേരം ഈ മൂർത്തി ഉറങ്ങുന്ന കുഞ്ഞിനെ കുറേ നോക്കിയിട്ടുണ്ടെങ്കിൽ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് അവിടെ സത്യഭാമയുടെ വീട്ടിൽ ഉമ്മർത്താണ്. ഭാമ ഇരുന്ന് കണക്കൊക്കെ നോക്കുകയാണ്. പിള്ളേ ബുക്കും കൊണ്ട് അടുത്ത് നിൽപ്പുണ്ട്. രോഹിത്തുണ്ട്, രാഘവൻ നായരും ഉണ്ട്. അന്നേരം കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം തേങ്ങ കൊണ്ടുപോയ നാരായണൻ പൈസ തന്നില്ല, തേങ്ങയ്ക്കൊന്നും വിലയില്ലെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. രോഹിത്ത് പറയുകയാണ് എല്ലാ കാര്യങ്ങളും കുഴപ്പത്തിലാണ്, പലിശ പോയിട്ട് മുതൽ പോലും കിട്ടുന്ന ഒരവസ്ഥയിലല്ല എന്നിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട് ഭാമയെ നിൻ്റെ ഈ പലിശ പണമിടപാടൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് സത്യയും പപ്പിയും കൂടി ഓടി വന്ന് ഭാമയോട് ചോദിക്കുകയാണ് ഞങ്ങൾ എന്നാ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. അന്നേരം അവിടെ നിങ്ങൾക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ സത്യാമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ശ്യാമാൻറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ രോഹിത് പറഞ്ഞു ഞാനുണ്ട്, പിള്ളേങ്കളുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം എന്നാലും ഞങ്ങളുടെ അമ്മ ഇല്ലല്ലോ എന്നീ കുട്ടികൾ പോകാനുള്ള ഇതിൽ തന്നെയാണ്. അന്നേരം നിങ്ങളുടെ അമ്മ സ്നേഹിക്കുന്നവരെ ചതിക്കുന്നവളാണ് അവൾ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയോട് നിനക്കുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ കൊച്ചുങ്ങളെ വെറുതെ വിഷമിപ്പിക്കല്ലേ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ശ്യാമയും പൊന്നിയും കൂടി അങ്ങോട്ടേക്ക് ഇരുന്നുണ്ട്. ശ്യാമ എന്തോ ഭക്ഷണം കൊണ്ടാണ് വരുന്നത്. അന്നേരം കുട്ടികളെ പറഞ്ഞിട്ട് എന്തിനാ വഴക്ക് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇലയുടെയാണ്, രണ്ടുപേരും കൂടി കൊണ്ടുവച്ച് കഴിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട, അമ്മയെ കണ്ടാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അമ്മ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം പൊന്നിയോട് രാഘവൻ നായർ പറയുന്നുണ്ട് കുട്ടികളെ അകത്തേക്ക് കൊണ്ടുപോകും എന്ന് പറയുകയാണ്. അന്നേരം പൊന്നി ശ്യാമയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ശ്യാമ പൊന്നി ആൻറ്റി തരാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം ഇല്ല, ഞങ്ങൾക്ക് അമ്മയെ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിന് മുന്നേ രാഘവൻ നായർ പറയുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ നിങ്ങളത് കഴിക്കുക എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് പൊന്നി അങ്ങ് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ പറയുകയാണ് ഇനി കുട്ടികളുടെ ജീവിതം എന്താകുമെന്ന് തോന്നുന്നേരം ഇനി എന്താവാൻ, അവരിവിടെ നിന്ന് പഠിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അതല്ല മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുകയാണ്. അന്നേരം അതെന്താവാൻ, അവർക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കണ്ട കാഴ്ച അങ്ങനെ വിചിത്രമായൊരു കാഴ്ചയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ നീ എന്താ പറയുന്നത് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം വാലും തലയും ഇല്ലാതെ നീ എന്തുവാ ഈ പറയുന്നതെന്നൊക്കെ ഭാമയും ചോദിക്കുകയാണ്. അന്നേരം ഞാൻ വേറെ ആരെയാണ് കണ്ടത്, എന്താ കണ്ടതെന്നൊക്കെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം കണ്ടത് സത്യാമ്മയുടെ മരുമോള് തന്നെയാണ്, കളക്ടർ ശാലിനി എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് നിൻ്റെ കുഞ്ഞേച്ചിയല്ലേ, അന്നേരം കുഞ്ഞേച്ചിയൊക്കെ തന്നെയായിരുന്നു ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ ആ ഒരു കാഴ്ച കണ്ടതിന് ശേഷം അതൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു, ഇതിപ്പോൾ എനിക്ക് ശാലിനിയാണ്, വെറും ശാലിനി എന്ന് പറയുന്നുണ്ട്. അന്നേരവും രോഹിത് ചോദിക്കുന്നത് നീ എന്താ ഏതാന്നൊക്കെ പറയാതെ നമുക്ക് എങ്ങനെ മനസ്സിലാവും ചോദിക്കുകയാണ്. അന്നേരം ഇന്ന് പിന്നെ കുഞ്ഞേച്ചിയാണെങ്കിൽ വന്നത് ഹോസ്പിറ്റലിൽ വന്നത് ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണ് എന്ന് പറഞ്ഞിട്ട് ആ ധന്യ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന സീനാണ് ശ്യാമ അവിടെ പറയുന്നത്. അന്നേരമാണെങ്കിൽ പിന്നെ സത്യഭാമയോട് പറയുന്നുണ്ട്, സത്യഭാമ പഴയ ഡോക്ടർ തന്നെയാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന്. അന്നേരം സത്യഭാമ ഗൈനക്കോളജിസ്റ്റിനെ എന്താ അങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് പിന്നെ സാധാരണ പെണ്ണുങ്ങൾ പോകുന്ന എന്തിനാ, പ്രസവത്തിനല്ലാതെ പിന്നെ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രസവമോ എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങോട്ട് ചാടി അങ്ങോട്ട് എണീക്കുകയാണ്. അന്നേരം ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല, ശാലിനി വേറെ എന്തെങ്കിലും വന്നതായിരിക്കും എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾക്കല്ലെങ്കിൽ എന്നേക്കാൾ വിശ്വാസം എൻ്റെ ചേച്ചിമാരെയാണല്ലോ, ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കില്ലല്ലോ, ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയൊന്നും ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് ദേഷ്യം വരികയാണ്. അന്നേരം ശ്യാമ നീ എന്തോ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ശാലിനി വന്നത് വേറെ എന്തെങ്കിലും ആണെങ്കിലോ, നീ പിന്നെ ശാലിനി ഡോക്ടറെ കാണാൻ പോകുന്നതോ ഡോക്ടറെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതോ എന്തെങ്കിലും കണ്ടോ, സംസാരിക്കുന്നതോ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും കണ്ടില്ല എന്നിങ്ങനെ ശ്യാമ ആകെ പേടിക്കുന്നുണ്ട് രാഘവൻ നായരുടെ മാറ്റത്തിൽ. തുടർന്ന് പിന്നെ ശാലിനിയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു, അതിനാണ് വന്നതെന്ന് നീ തിരക്കി അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഇല്ലാത്ത കാര്യങ്ങൾ ഇതേ ശാലിനിയെക്കുറിച്ച് പറയരുത് കേട്ടോ, അവളെ ഇവിടുത്തെ മരുമകൾ മാത്രമല്ല നിൻ്റെ കൂടപ്പിറപ്പാണ്, നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് നിൻ്റെ അതേ ചോര ഇങ്ങനെ ഇല്ലാത്തതൊന്നും പറയാൻ പാടില്ല കേട്ടോ എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായരും ശാലിനിയല്ല ഭാമയും രോഹിത്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, രാഘവൻ നായർ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ സത്യയും പപ്പിയും മുതിർന്നില്ലേ, ഇനി ഒരു ആൺകുഞ്ഞു വേണമെന്ന് അവർക്ക് തോന്നിയെങ്കിൽ അത് നല്ലതല്ലേ, വീട്ടിലേക്കൊരു കുട്ടി വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് അത് സന്തോഷം തന്നെയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ പറയരുതെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം പിന്നെ ഭാമ പറയുന്നുണ്ട് ശ്യാമേ പിന്നെ നീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, രാഘവേട്ടൻ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നത് ഞാൻ കണ്ടതാണ്, അല്ലെങ്കിൽ പിന്നെ ആ പഴയ ഡോക്ടറെ തന്നെ എന്തിനാണ് കുഞ്ഞേച്ചി കാണാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
അതേസമയം അവിടെ ശാലിനിയാണെങ്കിൽ അവിടെ കട്ടിലിങ്ങനെ കിടക്കുകയാണ്. അരുണ പറഞ്ഞ ഹേബിയസ് കോർപ്പസ് ആ ഒരു കേസിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ ശിവനാണെങ്കിൽ വരുന്നുണ്ട്. അന്നേരം പാചകമൊക്കെ കഴിഞ്ഞോ നിൽക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് എന്താ സ്പെഷ്യലും ചോദിക്കുമ്പോൾ എൻ്റെ വകയായിട്ട് ഉണക്കമുളക് ചുട്ടരച്ച ചമ്മന്തി കൂടിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എങ്ങനെയുണ്ട് എല്ലാം ചോദിക്കുമ്പോൾ അത് കഴിച്ച് നോക്കി തന്നെ പറയണമെന്ന് പറഞ്ഞാൽ കസേര എടുത്തിട്ട് ശാലിനി അടുത്തേക്ക് ശിവൻ ഇരിക്കുന്നുണ്ട്. ശാലിനി എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അന്നേരം ഉണ്ടാക്കിയ ആളിന് തന്നെ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്താന്ന് പറയുന്നുണ്ട്. എന്നാലും അത് ശാലിനി പറഞ്ഞാൽ മതി, എങ്കിൽ കഴിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ശിവൻ പറയുകയാണ്, അത് എനിക്ക് എൻ്റെ ഒരു ആദ്യത്തെ സംരംഭമല്ലേ ഇത് എന്ന് പറയുകയാണ്. അന്നേരം അതിന് നീ ചോദിക്കുമ്പോൾ അല്ല, അത് ശാലിനി ഒരു സർപ്രൈസ് ആയിട്ട് കാണണമെന്നാണ്, അതുകൊണ്ട് ശാലിനിയാണെങ്കിൽ കണ്ണടച്ച് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കണമെന്ന് പറയുകയാണ്. അന്നേരം അല്ലാതെ തന്നെ നടക്കാൻ വയ്യ, ഞാൻ വീടില്ലേ എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ എത്തിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ അടുക്കളയിൽ ഇതുവരെ കയറാത്തതല്ലേ, അപ്പോൾ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ എന്തോ മഹത്തായ കാര്യമായിട്ടാണ് ഞാനിതൊക്കെ കരുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എങ്കിൽ ശരി എന്നിങ്ങനെ ശാലിനി സമ്മതിക്കുകയാണ്. എന്നിട്ട് ശാലിനി പതിയെ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൊത്തത്തിൽ വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. എഴുന്നേൽക്കുമ്പോൾ ശാലിനി വീഴാൻ പോകുന്നുണ്ട്. ശിവൻ അങ്ങോട്ട് കയറി പിടിക്കുകയാണ്, ശാലിനിയുടെ കൈ പിടിക്കുന്നുണ്ട്. അന്നേരം ഇവരിങ്ങനെ കണ്ണു നോക്കുന്ന ആ സീൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിടിച്ചോളാം എന്ന് പറയുകയാണ്. എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി കണ്ണടച്ചോളാൻ പറയും, കണ്ണടയ്ക്കുന്നുണ്ട്. ശാലിനിയെ കൊണ്ട് പോവുകയാണ്. അതിൻ്റെ അടുത്ത് കട്ടളയുണ്ടേ പടിയുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് എത്തുന്നുണ്ട്. ശിവനോട് ഭക്ഷണം 2 പ്ലേറ്റിലായിട്ട് വിളമ്പി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കണ്ണ് തുറക്കല്ലേ, ഇരുന്നിട്ടേ തുറക്കാവൂ എന്ന് പറഞ്ഞിട്ട് കസേരയിലേക്ക് ശാലിനിയെ പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് ഇപ്പം തുറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ശിവനെ പിന്നെ പ്ലേറ്റ് ഇങ്ങനെ എടുത്തിട്ട് ചോറും കറിയും കൂടി വിളമ്പി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇനി കണ്ണ് തുറന്നോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. അപ്പോൾ അതിൽ 2-3 കറിയുണ്ട്. അന്നേരം ഒരു കറി വയ്ക്കാനുള്ള കൂട്ടല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ 2-3 എണ്ണം ഉണ്ടല്ലോ. അന്നേരം ശാലിനി പോയി കിടന്ന സമയത്ത് നെറ്റിൽ നോക്കി അങ്ങോട്ട് പാചകം ചെയ്തു. ഒന്നും ഉണ്ടായി കഴിഞ്ഞപ്പോഴേ ആത്മവിശ്വാസം ഉണ്ടായി, അങ്ങനെ വീണ്ടും ഒന്നുകൂടി ഉണ്ടാക്കി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ കഴിക്കുമെന്ന് പറയുമ്പോൾ അതെ ശാലിനി ആദ്യം കഴിക്കും, കുടുംബത്തിൽ പിറന്ന ആൺപിള്ളേരൊക്കെ ആണുങ്ങളൊക്കെ അവസാനമേ കഴിക്കൂ. അന്നേരം ശരി ആയിക്കോട്ടെ എന്നുണ്ട്. ശാലിനിയാണെങ്കിൽ കഴിക്കാനായിട്ട് ഇങ്ങനെ കൈ ഉയർത്താനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനിയുടെ കൈ ഇങ്ങോട്ട് ഉയർത്താൻ പറ്റുന്നില്ല. അന്നേരം എന്താ ചോദിക്കുമ്പോൾ കൈ ഉയർത്താൻ പറ്റുന്നില്ല, ഷോൾഡറിലാണ് നല്ല പെയിൻ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റാതെ ശാലിനി ഇരിക്കുകയാണ്. അന്നേരം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെയാണ്. അന്നേരം പെട്ടെന്ന് ശിവൻ ചോദിക്കുകയാണ്, ഞാൻ വാരി തരട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇത്ര സീനേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും അവിടെ ഭക്ഷണം ശിവൻ എന്തായാലും ശാലിനിക്ക് അവിടെ വാരി കൊടുക്കുകയും ചെയ്യും. ഇനി ഈ സീൻ കണ്ടുകൊണ്ട് ഇനി ആരെങ്കിലും വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനിടയ്ക്ക് അവർ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഈ റാണിയുടെ കാര്യം പറയുന്നുണ്ട്. റാണി പോയിട്ട് ഇനി എന്ന് വരാനാണ്, എന്തോ വേലായുധേട്ടൻ്റെ കാര്യം ഇങ്ങനെയായെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എവിടെ പോയി എന്നവർ പറയുന്നില്ല, റാണിയും അമ്മയും. ഇത്രയുമാണ് ഈ ഒരു വിശേഷങ്ങൾ. ചിലപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ട് സത്യഭാമയും കാണും വരുമോ എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു ശാലിനിയുടെ വയറിൻ്റെ വേദനയും കാണിക്കുന്നുണ്ട്. ഇനി അതിനി ഹോസ്പിറ്റലിൽ അങ്ങനെ പോകുമ്പോൾ ശ്യാമ പറഞ്ഞതാണ് എന്ന് സത്യഭാമയൊക്കെ വിശ്വസിക്കുമോ എന്നുള്ളതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.